തൃശൂരിൽ പട്ടാപ്പകൽ ബാങ്കിൽ കത്തികാട്ടി കവർച്ച. കൗണ്ടറിലെത്തിയ അക്രമി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ഗ്ലാസ് തല്ലിത്തകർത്ത ശേഷം പണം കവർന്നു. ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലാണ് കവർച്ച. അഖിൽ വിശദാംശങ്ങൾ നൽകും. അഖിൽ, പട്ടാപ്പകൽ നഗരമധ്യത്തിലാണ് ഈ അക്രമം നടന്നതെന്ന് മനസ്സിലാക്കുന്നു. ഈ അക്രമിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഇവിടെ ഉണ്ടായത്? സൈഫുദ്ദീൻ, തീർച്ചയായും ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് 2:15 അതായത് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഭക്ഷണം കഴിച്ച് തിരികെ എത്തുന്ന ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഈ അക്രമി ഉള്ളിലേക്ക് കയറി വരുന്നത്. ബാങ്കിനുള്ളിലേക്ക് കയറിയ ശേഷം അവിടെയുള്ള ജീവനക്കാരെയൊക്കെ തന്നെ കത്തി കാട്ടിയപ്പോഴത്തേക്കും ഒപ്പം തന്നെ അവിടെയുള്ള ഈ കൗണ്ടറിന്റെ ഗ്ലാസ് ചില്ല് തകർത്ത് പണം എടുത്ത് കവർന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്ര തുക നഷ്ടമായിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര രൂപയുടെ നഷ്ടമൊക്കെ വിശദമായി പരിശോധിച്ചു വരികയാണ്. കാരണം അവിടെയുള്ള നിലവിലെ പണവും വന്ന പണവും ഒക്കെ തന്നെ ടാലിയാക്കി പരിശോധിക്കണം. അപ്പോഴാണ് ഇതിൽ നിന്നും രാവിലെ ഉണ്ടായിരുന്ന പണത്തിലും വന്ന പണവും ബാക്കി ടാലിയാക്കുമ്പോഴാണ് എത്ര രൂപ നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായൊരു കണക്ക് അവർക്ക് ലഭിക്കുകയുള്ളൂ. എന്നാലും ചെറിയ തോതിൽ പണം നഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏറെ നേരം പരിഭ്രാന്തി പരത്തിയിരുന്നു ഈ 2:15 കൂടിയാണ്. പക്ഷേ ആ സമയത്ത് അധികം ആരും ബാങ്കിനുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദേശീയപാതയോട് ചേർന്ന് തന്നെയുള്ള ഒരു ശാഖയാണ് ഫെഡറൽ ബാങ്കിന്റെ, ദേശീയപാതയോട് ചേർന്ന് തന്നെയുള്ള ഒരു ശാഖ തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അതിൽ നിന്നും പണം നഷ്ടമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റ് അപകടങ്ങളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പരിക്കുകളോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. പക്ഷേ ഈ പട്ടാപ്പകൽ ഇത്തരത്തിൽ ഈ ചാലക്കുടി ദേശീയപാതയോട് ചേർന്നുള്ള ഭാഗത്ത് ചാലക്കുടി എന്നതിന് കോട്ടയിൽ ഒരു സംഭവം ഉണ്ടായതിന്റെ ഞെട്ടലും അതിന്റെ ഒരു ആശങ്കയും ഒക്കെ ആളുകളെ സംബന്ധിച്ചോളം ഉണ്ടായിരിക്കും.